സങ്കടകരമായ ദൃശ്യത്തിലേക്കാണ്. കാരണം കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടി ജീവനൊടുക്കിയ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ആര്യനാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. തളർന്നു വീഴുന്ന അച്ഛനെ ബന്ധുക്കൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അച്ഛനും അമ്മയും ഒക്കെയും അവർ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയും പ്രതികരിച്ചിരുന്നു. മകൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ്. മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും അവനെ അതിലേക്ക് പ്രേരിപ്പിച്ചതാണെന്നും റാഗിങ്ങും അതേപോലെ അധ്യാപകർക്കെതിരെയും ഒക്കെയും കടുത്ത ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. ആ കുടുംബത്തിന് താങ്ങാൻ കഴിഞ്ഞതിലും അപ്പുറമാണ് സങ്കടം. 1-ാം വർഷ വിദ്യാർത്ഥിയാണ് നിതിൻ. കഴിഞ്ഞ ദിവസം ഈ ആരോപണ വിധേയരായ അധ്യാപകരെയൊക്കെയും അവർക്കെതിരെ നടപടിയൊക്കെ വന്നതാണ്. അവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പഠിക്കാൻ ഏറെ പ്രതീക്ഷയോടുകൂടി പോയൊരു കുട്ടി, അതും ഡെൻ്റൽ പഠനത്തിന് പോയൊരു കുട്ടി. ആ കുട്ടിയാണ് ഇപ്പോൾ കുടുംബത്തിന് തീരാവേദനയായി നിശ്ചലനായി മടങ്ങിയെത്തിയത്. നിതിൻ്റെ മൃതദേഹം ആംബുലൻസിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുകയാണ്. ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു മൃതദേഹം. ഈ ദൃശ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുലയ്ക്കുന്നതാണ്. കാരണം നമുക്ക് ആ വീടൊക്കെ കാണുമ്പം തന്നെ അറിയാം എന്ത് കഷ്ടപ്പെട്ടായിരിക്കും ആ കുടുംബം ആ കുട്ടിയെ BDS പഠിപ്പിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടാവുക. അത്രയേറെ ചിലവേറിയ ഒരു പഠനമാണ്. അപ്പം അതിലേക്ക് ആ കുട്ടിയെ വിടണമെങ്കിൽ ഒന്ന് കുട്ടി പഠനത്തിൽ അത്രയും മിടുക്കനായ ഒരു കുട്ടിയായിരിക്കും. രണ്ടാമത്തേത് ആ കുടുംബത്തിൻ്റെയും ആ കുട്ടിയുടെയും ഒരു ആഗ്രഹമാണ്. അതിനൊപ്പം നിന്നൊരു കുടുംബം. മകൻ ഡോക്ടറായി വരുന്നത് കാണാൻ കാത്തിരുന്ന കുടുംബത്തിന് മുന്നിലാണ് നിശ്ചലനായി ഈ ശരീരം അവിടേക്ക് എത്തുന്നത്. നിശ്ചലനായി നിതിൻ എത്തുന്നത്. വീട്ടിനുള്ളിലേക്ക് മൃതദേഹം എത്തിക്കുന്നു. കുടുംബത്തിൻ്റെ ദുഃഖം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെയും കണ്ടിരുന്നു. ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെയും വിലാപം കണ്ടിരുന്നു. അതേ കാഴ്ചകളുടെ അച്ഛനെയൊക്കെ നമുക്ക് കാണാം. സനിസ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അത്രയേറെ സങ്കടകരമാണ്, നെഞ്ചുലയ്ക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതേ സേതു, തകർന്ന ഒരു കുടുംബത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടെ ഇന്നലെ 3 മണിയോടെ നിതിൻ വീട്ടിലെത്തിച്ചേരേണ്ടതായിരുന്നു. എന്നാൽ നിതിൻ ഇന്ന് രാവിലെ വീട്ടിലേക്ക് കയറി വരുന്നത് ഇങ്ങനെയാണ്. അത് കണ്ട് നെഞ്ചുലഞ്ഞ ഒരു കുടുംബത്തെയാണ് നമ്മൾ കാണുന്നത്. മൃതദേഹം വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ സഹോദരി ഓടിയെത്തി നിതിനെ കണ്ട് വിലപിക്കുന്ന ആ ഒരു കാഴ്ച ആരുടെയും നെഞ്ചുലയ്ക്കുന്നതാണ്. ഒരാൾക്കും ഒരു വീട്ടിലും സംഭവിക്കാൻ പാടില്ലാത്തത്, ഒരു വിദ്യാർത്ഥിക്കും സംഭവിക്കാൻ പാടില്ലാത്തതാണ് നിതിന് സംഭവിച്ചിരിക്കുന്നത്. വലിയ തരത്തിൽ അധിക്ഷേപവും പീഡനവുമാണ് നിതിൻ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ നേരിട്ടത്. അധ്യാപകരിൽ നിന്നും അതുപോലെ തന്നെ സീനിയേഴ്സ് വിദ്യാർത്ഥികളിൽ നിന്നും വലിയ തരത്തിലുള്ള മാനസിക പീഡനം നേരിട്ടതിനെ തുടർന്ന് മനംനൊന്താണ് നിതിൻ ജീവൻ ഒടുക്കിയതെന്നാണ് വീട്ടുകാർ ആരോപിക്കുന്നത്. ഇതിലിപ്പോൾ അഞ്ചരക്കണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് കുടുംബം നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ, ബന്ധുക്കളോടടക്കം സംസാരിക്കുമ്പോൾ നിതിന് ഏത് വിധേനയും നീതി ലഭിക്കണമെന്ന് തന്നെയാണ് കുടുംബവും ആവർത്തിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ സംസ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചയായിരുന്നു നിതിൻ കോളേജ് കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടി മരണപ്പെടുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെയോടെയാണ് ഇപ്പോഴാണ് വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. നെഞ്ചുലയ്ക്കുന്ന കാഴ്ച. ഈ ഒരു വേർപാടിനെ താങ്ങാൻ കഴിയാതെ വിലപിക്കുന്ന കുടുംബത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്രയും വേദനാജനകമായൊരു കാഴ്ച. നിതിനെ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചതേ ഉള്ളൂ. മാതാപിതാക്കളും അതുപോലെ തന്നെ 2 സഹോദരിമാരാണ് നിതിനുള്ളത്. വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അച്ഛൻ കൂലിപ്പണിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് നിതിനെ BDSന് പഠിപ്പിച്ചത്. കൂടാതെ തന്നെ ഈ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു നിതിൻ എന്ന് തന്നെ പറയാം. വളരെ കഷ്ടപ്പെട്ട് വാടക വീട്ടിൽ കഴിയുന്ന ഒരു കുടുംബം, അന്നന്നത്തെ അന്നത്തിനു വേണ്ടി അത്രയും കഷ്ടപ്പെടുന്ന ഒരു കുടുംബം, അവരുടെ ഏറ്റവും സ്വപ്നമായ മകൻ BDS പഠിക്കണം, അതിൽ നല്ലൊരു ജോലിയിലെത്തണം, ഡോക്ടർ ആവണം, അത്തരം വലിയ വലിയ അവരുടെ സ്വപ്നങ്ങളാണ് ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത്. അത്രയും കാലം അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ മകനെ ഇങ്ങനെയൊരു രൂപത്തിൽ കണ്ടതിൻ്റെ വലിയൊരു ഞെട്ടലിലും വിലാപത്തിലുമാണ് ആ കുടുംബമുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടെടുക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളാണെന്ന് തന്നെ പറയാം. അല്പസമയം മുൻപാണ് കണ്ണൂരിൽ നിന്നും റോഡ് മാർഗം നിതിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ
നിതിൻ്റെ കുടുംബക്കാരും ബന്ധുക്കളും അതുപോലെ തന്നെ മാതാപിതാക്കളും ഒക്കെ അവസാനമായി നിതിനെ കാണുകയാണ്. ആ കാഴ്ച ആർക്കും കണ്ടു നിൽക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ഇവിടെ നിതിൻ്റെ ബന്ധുക്കളും അതുപോലെ തന്നെ അയൽപ്പക്കത്തുള്ളവരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും നിതിനെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. വളരെ പഠിക്കാൻ മിടുക്കനായ കുട്ടി, ഈ കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞ് അതിനനുസരിച്ച് പഠിക്കുന്ന ഒരു കുട്ടി, ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കുട്ടി. ആ സ്വപ്നങ്ങളാണ് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നത്. ആ ഒരു കാഴ്ച ആർക്കും കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല. കൂടാതെ തന്നെ ഇതിലിപ്പോൾ നിയമ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ആരോപണ വിധേയരായിട്ടുള്ള ഡെന്റൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു കുട്ടിയെ, ഒരു വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ കുട്ടി തന്നെയാണ്. ആ കുട്ടിയെ കറുത്തവനെന്നും അതുപോലെ തന്നെ പുഴുത്ത പട്ടിയെന്നടക്കം അത്രയും ഒരു പൊതുമധ്യത്തിൽ പറയാൻ പോലും പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചാണ് അധ്യാപകരടക്കം ഈ മാനസികമായി പീഡിപ്പിച്ചത് എന്നതാണ്. കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും അവസാനിച്ചിട്ടില്ല. സീനിയേഴ്സ് റാഗ് ചെയ്യുന്നു. അത്തരം മാനസിക ബുദ്ധിമുട്ടിൽ നിന്നും വീണ്ടും വീണ്ടും തുടർക്കഥ പോലെ ഇത്തരം സംഭവങ്ങൾ നടക്കുകയാണ്. മാനസിക പീഡനത്തെ തുടർന്ന് കുട്ടികളുടെ ജീവൻ കോളേജുകളിൽ നിന്ന് പൊലിയുന്നു എന്നത് വലിയ ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇതിലുള്ളത്. ഇതൊരു തുടർക്കഥയായിട്ട് കേരളത്തിൽ മാറുന്ന ഒരു സംഭവമാണ്. ഇത്തരം നെഞ്ചുലഞ്ഞ കുടുംബങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും കാണേണ്ടി വരുന്നു. കുട്ടികൾ ഒരുപാട് പ്രതീക്ഷയോടെ വീട്ടിൽ നിന്നും പഠിക്കാനായി പോകുന്ന കുട്ടികൾ ജീവനറ്റ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന അവസ്ഥ, അത് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല. ഇത് ഒരുപാട് കേസുകൾ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നു. പലർക്കും നീതി കിട്ടാത്ത അവസ്ഥ. ഇന്നലെ നിതിൻ്റെ അച്ഛൻ്റെ പ്രതികരണത്തിൽ നിതിൻ്റെ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ കോളേജിൽ നിന്ന് മരണപ്പെടുന്നു, അവർക്കൊന്നും നീതി കിട്ടാത്ത അവസ്ഥയാണ്. പക്ഷേ തങ്ങളുടെ കുഞ്ഞിന് നീതി വേണമെന്നായിരുന്നു കരഞ്ഞുകൊണ്ട് ആ അച്ഛൻ കേരളത്തോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ റാമിനെയും ഡോക്ടർ സംഗീതയും ഒക്കെ സസ്പെൻഡ് ചെയ്തു. അതിനൊപ്പം തന്നെ ചക്കരക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ അന്വേഷണം തുടരുകയാണ്. അതൊക്കെ സാങ്കേതികമായി നടക്കുന്നു എന്ന് പറയുമ്പോഴും ഈ മരണം അത് കുടുംബത്തിന് നൽകിയൊരു ആഘാതം അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബം, അന്നന്നത്തേക്ക് വേണ്ടി കൂലിപ്പണിക്ക് പോകുന്ന അച്ഛൻ, അവരിങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന പണം കൊണ്ട് പഠനത്തിൽ മിടുക്കനായ മകനെ BDS പഠിപ്പിക്കാൻ വേണ്ടി വിടുകയാണ്. BDS പഠിപ്പിക്കാൻ വിടുമ്പോൾ അതിനുള്ളൊരു ചിലവ് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ, അല്ലേ? ഡോക്ടറാവാൻ ഒരു കുട്ടിയെ പഠിക്കാൻ വിടണമെങ്കിൽ എത്ര ലക്ഷങ്ങൾ വേണ്ടി വരണമെന്നുള്ളതാണ്. അപ്പം അതിനൊക്കെ ആ കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറായ ആ കുടുംബം ആ കുട്ടിയെ അങ്ങോട്ടേക്ക് വിടണമെങ്കിൽ, ആ കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് അറിഞ്ഞ് ജീവിച്ച് വളർന്നു വന്ന ഒരു കുട്ടി അങ്ങനെ പഠിക്കാൻ പോകാൻ തയ്യാറെടുക്കണമെങ്കിൽ അവർ അത്ര കണ്ട് പ്രതീക്ഷയിലായിരുന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന മകൻ ഈ രീതിയിൽ മരിക്കുമ്പോൾ, അതും പലരുടെയും മാനസിക പീഡനം കാരണം, അധ്യാപകരുടെ, കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ ഒക്കെയും കൂടെ പഠിക്കുന്നവരുടെയും ഒക്കെയും മാനസിക പീഡനത്തെ തുടർന്ന് അതിന് ജീവൻ ഒടുക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പം അത് ഒട്ടും അംഗീകരിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ്. പിന്നെ മറ്റൊന്ന്, ഈ മരണം എന്ന് പറയുന്ന ആ ഒരു വാർത്ത നമ്മൾ ആദ്യം കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. മരിച്ചു, മരണം, അതിനപ്പുറം നമ്മൾ പിന്നീട് നമുക്കൊട്ടും കണ്ടു നിൽക്കാൻ പറ്റാത്ത ആ കുടുംബത്തിൻ്റെ വിലാപമാണ്, മരണശേഷമുള്ള കുടുംബത്തിൻ്റെ വിലാപമാണ് ഒരു തരത്തിലും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്തരം കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ നിതിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടതും